ആർക്കാണത്? കണ്ണും പിടിക്കുന്നില്ല, പ്രായമായോണ്ടാണെന്ന് തോന്നുന്നത്. നമ്മളെ ദിവ്യ ചേച്ചി. എന്ത് ചേച്ചി ഇങ്ങനെ ഒരു വേഷത്തില്? മനസ്സിലായില്ല. റെഡ് ഈസ് ഇൻ ജസ്റ്റ് എ കളർ, ഇറ്റ്സ് എ ആറ്റിറ്റ്യൂഡ്. ശരിയാ, മാസ് ലുക്ക. കത്തിവേഷം പോലെ ഉണ്ട്. അല്ല, നല്ല ചേച്ചിയെ കണ്ടിട്ട് നല്ല എന്ന ലുക്ക് അല്ലേ ഇത്. നിങ്ങളൊന്ന് നോക്കിക്കാ, ലുക്ക് കണ്ടാൽ തന്നെ നമുക്കങ്ങ് ചോര തിളച്ച് കയറും. ഇത് ആറ്റിറ്റ്യൂഡ് തന്നെ ചേച്ചി. ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മുകളിലോട്ട് കറുപ്പ്, താഴോട്ട് ചുമപ്പ്. അതാണ് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്. ഇന്ന് കാളെ പിടിയിട്ടില്ലേ നമ്മുടെ പി ദിവ്യ, കണ്ണൂരിന്റെ പുലിക്കുട്ടി, സിംഗക്കുട്ടി എന്നൊക്കെ പറഞ്ഞു പോലീസുകാർ പോലും വാഴ്ത്തി തലയിലെടുത്ത് വെച്ചോണ്ട് കിടന്ന നമ്മുടെ ദിവ്യ ചേച്ചി. നിങ്ങൾ മറന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ നാവ് കൊണ്ട് ചോര ഊറ്റി വലിച്ചു കുടിച്ച ആളുകളെ കൊല വിളിക്കുന്ന നമ്മുടെ ദിവ്യ ചേച്ചി അറിയില്ലേ? അത് തന്നെ പി ദിവ്യ. നമ്മുടെ പാവം നവീൻ ബാബു സാറിനെ വിളിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറി ചെന്ന് ഉണ്ണും എന്ന് പറയുന്നത് പോലെ പെണ്ണും പിള്ള ആരും വിളിച്ചില്ല. അങ്ങേര് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നു. അങ്ങേരും വിളിച്ചില്ല, അങ്ങേരെ കുടുംബക്കാരും വിളിച്ചില്ല, കൂടെ ജോലി ചെയ്യണ ആളും വിളിച്ചില്ല. പിന്നെ കളക്ടർ ഏമാൻ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, അത് നമുക്കറിയില്ല. എന്തായാലും ആ പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ആളായി ചേച്ചി. അന്ന് ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കണ്ടത്. അതായത് ഒരാളെ കൊല്ലുന്ന എങ്ങനെ, നാവ് കൊണ്ട് ഒരാളെ കൊല്ലുന്ന എങ്ങനെ എന്നൊരു ആറ്റിറ്റ്യൂഡ് അന്ന് നമ്മൾ കണ്ടായിരുന്നു.